നമ്മൾ ചിന്തിക്കാൻ പാടില്ല. കാരണം നമ്മൾ മനുഷ്യർ ചിന്തിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുമ്പോൾ നമുക്കവിടെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ശരി ഏതാണ് തെറ്റ് ഏതാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്കവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെയാകുമ്പോൾ നമ്മൾ തെറ്റിനെ ചൂണ്ടിക്കാണിക്കും, അതിനെ ചോദ്യം ചെയ്യും, അതിനോട് പ്രതികരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളതും നമ്മുടെ ജീവിതത്തിൻ്റെ പൊരുൾ എന്താണെന്നുള്ളതും നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു പൂർണ്ണ ഉത്തരം നമ്മളെ ചിന്തയിലൂടെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു ഭൂമി എന്ന് പറയുന്നത് ശാന്തമായതും സുന്ദരമായതും മനോഹരമായിട്ടുള്ളൊരു ഭൂമിയായിരിക്കും നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. അതിനുള്ളിൽ സ്നേഹവും സമാധാനവും സമത്വവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്കവിടെ കാണാൻ സാധിക്കും. ഇന്ന് നമ്മളെല്ലാവരും പരിഭ്രാന്തരാണ്. നമുക്ക് ഒരു മിനിറ്റ് പോലും ചിന്തിച്ചിരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഒന്നുകിൽ ഫോൺ ഉപയോഗിച്ചു, അല്ലെങ്കിൽ ലഹരിൻ്റെ പിന്നാലെ പോയിട്ടോ, ഇതുപോലത്തെ നമ്മളെ ശ്രദ്ധ തിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് പിറകെ പോയി നമ്മളെ ശ്രദ്ധ അതിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ശ്രമിക്കും എന്നുള്ളതാണ്. ഒരു കൂട്ടം ആളുകളുടെ ആവശ്യം തന്നെ ആളുകൾ മനുഷ്യർ ചിന്തിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം ഒരു 5 മിനിറ്റെങ്കിലും നമ്മളോട് കൂടെ ഇരുന്ന് നമുക്ക് വേണ്ടിയിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം.